ഹായ് ഹലോ മേറ്റ്സ്, എല്ലാവർക്കും ചൈതൂസ് ചാറ്റിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അനൂസ് കിച്ചൺ എന്ന പേരിൽ കുക്കിംഗ് ചാനൽ നടത്തി വരുന്ന അനു ആഷ്നെയാണ്. അനു ആഷ്നെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറേ സ്പെഷ്യാലിറ്റീസ് ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണ് കേട്ടോ. മെയിൻലി പറയുകയാണെങ്കിൽ എന്താണ് എനിക്ക് ഇഷ്ടമുള്ളത്, എന്ത് ചെയ്താലാണ് ഞാൻ സന്തോഷമാവുക എന്ന് തിരിച്ചറിഞ്ഞ് അതിൽ കൂടുതൽ വർക്ക് ചെയ്യുകയും അതിനോടൊപ്പം തന്നെ തൻ്റെ ഫാമിലിനെയും ചേർത്ത് വെച്ച് ഒരു സക്സസ്ഫുള്ളായ യൂട്യൂബ് ക്രിയേറ്ററായി മാറിയിട്ടുള്ള ഒരാളാണ് അനു എന്ന് പറയുന്നത്. പിന്നെ അനുവിൻ്റെ ചാനലിനെ കുറിച്ചിട്ട് പറയാനാണെങ്കിലോ, ഇന്ത്യൻ റെസിപ്പീസിൻ്റെ ഒരു കലവറ എന്ന് വേണമെങ്കിൽ നമുക്ക് അനുവിൻ്റെ ചാനലിനെ വിശേഷിപ്പിക്കാം. അതുപോലെ തന്നെ 3 വർഷമായി സ്റ്റാർട്ട് ചെയ്ത ഈ ചാനലിൽ 3.5 ലക്ഷത്തിൽ സബ്സ്ക്രൈബേഴ്സുമുള്ള ഒരു വലിയ ഒരു ചാനലാണ് അനുവിനുള്ളത്. ഇങ്ങനെയുള്ള അനുവിൻ്റെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം. അതിനു മുന്നേ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. എന്നാൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ കിട്ടത്തുള്ളൂ. ഹായ് അനു, സുഖാണോ? എന്തൊക്കെയാ വിശേഷങ്ങൾ? വീഡിയോസ്, വ്ളോഗിംഗ് ഒക്കെ എങ്ങനെ പോകുന്നു? ഹായ് ചൈതൂസ്, ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. ആദ്യം തന്നെ ഇങ്ങനെ സംസാരിക്കാൻ ഒരു അവസരം എനിക്ക് തന്നതിന് ഒരുപാട് താങ്ക്സ്. വ്ളോഗിംഗ് ഒക്കെ കുഴപ്പമില്ലാതെ പോകുന്നു. നാട്ടിൽ വന്ന് സെറ്റിൽ ചെയ്യുന്ന ഒരു തിരക്കുണ്ട്, അപ്പോൾ ഇടയ്ക്ക് റെസിപ്പികൾ ചെയ്യാൻ സമയമില്ലാതൊക്കെ വരാറുണ്ട്. എന്നാലും വലിയ കുഴപ്പമില്ലാതെ തട്ടിമുട്ടി പോകും. ഇപ്പോൾ അനു, നമുക്ക് നമ്മുടെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. ആദ്യം തന്നെ ഞാൻ പറയട്ടെ, അനുവിൻ്റെ സബ്സ്ക്രൈബേഴ്സും അനുവിൻ്റെ ചാനൽ ആദ്യം തൊട്ടേ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്കുമൊക്കെ അനുവിൻ്റെ കുറേയേറെ വിശേഷങ്ങളൊക്കെ അറിയായിരിക്കും. എന്നാൽ അറിയാത്ത ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ട് അനുവിൻ്റെ കുറച്ച് പേഴ്സണലായിട്ടുള്ള വിശേഷങ്ങളും കൂടെ നമുക്ക് പങ്കുവയ്ക്കാം. അതിൻ്റെ ഭാഗമായി ആദ്യം തന്നെ അനുവിൻ്റെ വീട്, നാട്, അതുപോലെ തന്നെ ഫാമിലിനെയൊക്കെ കുറിച്ചിട്ടൊന്ന് പറയാമോ? എൻ്റെ വീട് ട്രിവാൻഡ്രമാണ്, ഹസ്ബൻഡിൻ്റെ വീട് കോട്ടയം. ഞങ്ങളൊരു 7 വർഷം US-ലായിരുന്നു. നാട്ടിൽ വന്ന് സെറ്റിൽ ചെയ്തിട്ട് ഇപ്പോൾ ഒരു മാസേ ആയിട്ടുള്ളൂ. ട്രിവാൻഡ്രത്താണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത്. എൻ്റെ ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്നതൊക്കെ ട്രിവാൻഡ്രത്താണ്. അപ്പോൾ ഇവിടെ സെറ്റിൽ ചെയ്തു. പിന്നെ എനിക്ക് 2 കുട്ടികളുണ്ട്. 8 വയസ്സാണ് മോന്, മോൾക്ക് 2.5 വയസ്സ്. ഫാമിലിയിൽ പിന്നെ അച്ഛനമ്മ, എനിക്ക് ബ്രദേഴ്സും സിസ്റ്റേഴ്സും ഒന്നുമില്ല, ഞാൻ ഒരാളേ ഉള്ളൂ. ഹസ്ബൻഡിൻ്റെ വീട്ടിൽ അമ്മയുണ്ട്, അനിയൻ്റെ വൈഫ്, പിന്നെ അവർക്കൊരു മോനും ഉണ്ട്. അനു, ഞാൻ പ്രേക്ഷകരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അനുവിന് കുറച്ച് സ്പെഷ്യാലിറ്റീസ് ഒക്കെ ഉണ്ടെന്നുള്ളത്. അപ്പോൾ അതിൽ ആദ്യത്തെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ഇപ്പം ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യനിലുണ്ട് കേട്ടോ. എന്താന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലുള്ള അല്ലെങ്കിൽ എല്ലാവർക്കും എന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർക്കും എന്ന് വെച്ചാൽ അവർക്കൊരു സ്വപ്നം ഉണ്ടായിരിക്കും, ഒരു ഫോറിൻ കൺട്രിയിൽ പോയി ജോലി ചെയ്യുക, താമസിക്കുക എന്നൊക്കെ. ഇപ്പം അനുവിൻ്റെ കേസിൽ അനു ഒരു ഫോറിൻ കൺട്രിയിൽ ജീവിച്ചു കൊണ്ടിരുന്ന ഒരാളാണ്. പിന്നെ നാട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നു. എല്ലാവരും പുറത്തു പോകാൻ ആഗ്രഹിക്കുന്ന ഈ സിറ്റുവേഷനിൽ എന്തുകൊണ്ടാണ് അനു US-ൽ നിന്നും നാട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്തത്? കഴിഞ്ഞ ഒരു മാസത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത്. എന്താണ് US-ന്ന് തിരിച്ചു വന്നതെന്നുള്ളത്. യൂട്യൂബിലായാലും പുറത്തായാലും ഒക്കെ. യൂട്യൂബിൽ എനിക്ക് തോന്നുന്നു എന്നോട് എൻ്റെ റെസിപ്പികൾക്ക് കമൻറ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ആൾക്കാർ ഇതാണ് ചോദിച്ചിട്ടുള്ളത്. US-ന്ന് ശരിക്കും തിരിച്ചു വന്നത് ഞങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ കൊണ്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ, എനിക്ക് ബ്രദേഴ്സും സിസ്റ്റേഴ്സും ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇവിടെ വന്ന് സെറ്റിൽ ചെയ്യണം, നാട്ടിൽ സെറ്റിൽ ചെയ്യണം എന്ന് തന്നെയായിരുന്നു. പിന്നെ എൻ്റെ ഹസ്ബൻഡിനായാലും US-ൽ നിൽക്കുന്നതിനേക്കാൾ കൂടുതൽ നാട്ടിൽ നിൽക്കാനായിരുന്നു ഇഷ്ടം. അപ്പോൾ അതാണ് നമ്മൾ തിരിച്ച് ഇവിടെ വരാനുള്ള കാരണം. കുട്ടികളൊക്കെ ചെറുതായിരിക്കുമ്പോൾ തന്നെ നാട്ടിൽ വന്ന് സെറ്റിൽ ചെയ്യുന്നതാണ് നല്ലത്, പ്രത്യേകിച്ച് US-ലൊക്കെ നിൽക്കുമ്പോൾ. അല്ലെങ്കിൽ പിന്നെ അവർക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ നാട്ടിലേക്ക് വന്നത്. ഈ ക്വസ്റ്റ്യനും ശരിക്കും പറഞ്ഞാൽ എനിക്ക് അനുവിൽ ഉള്ള ഒരു ഡിഫറെൻറ്റ്, ഒരു സ്പെഷ്യൽ കാര്യമായിട്ടാണ് തോന്നുന്നത്. എന്തെന്നാൽ നമ്മുടെ എല്ലാവരും, ഇപ്പം ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവരും, നമുക്കൊരു ജോലി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് സേഫായി, സെക്യൂറായി, നമ്മളൊരു സേഫ് സോണിലാണെന്ന് നമ്മൾ വിചാരിക്കും. അനു ശരിക്കും പറഞ്ഞാൽ ഒരു ബാങ്ക് എംപ്ലോയി ആയിരുന്നു. എന്നിട്ടും ആ ഒരു സേഫ് സോൺ ഒക്കെ വേണ്ടാന്ന് വെച്ചിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു വ്ളോഗിങ് എന്ന് പറയുന്ന ഒരു മേഖലയിലോട്ട് വന്നത്? അതുപോലെ തന്നെ ഇപ്പോൾ ഈ യൂട്യൂബിൽ കുക്കിംഗ് ഒക്കെ ചെയ്യുന്നത് ശരിക്കും ഒരു ഹോബി ആയിട്ടാണോ അതോ ഒരു കരിയർ ആയിട്ട് ചൂസ് ചെയ്തേക്കുവാണോ? എന്താണ് അനുവിന് പറയാനുള്ളത്? അതെ, ബാങ്ക് ജോലി റിസൈൻ ചെയ്തതാണ്. സൗത്ത് ഇന്ത്യൻ ബാങ്കിലായിരുന്നു ഞാൻ. അവിടെ നിന്ന് റിസൈൻ ചെയ്ത് ഒരു 4 വർഷം മുന്നേ റിസൈൻ ചെയ്തു. ശരിക്കും യൂട്യൂബ് ചെയ്തു തുടങ്ങിയത് ഒരു ഹോബിയായിട്ട് തന്നെയാണ്. ആദ്യത്തെ ഒരു 1.5 വർഷത്തോളം വെറുതെ ചെയ്തിരുന്നതാണ്.
അന്നൊന്നും അറിയില്ല ഇത്രയും സബ്സ്ക്രൈബേഴ്സ് കിട്ടുമെന്നോ വ്യൂസ് കിട്ടുമെന്നോ അതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, മിയ കിച്ചണും സലു കിച്ചണും ഒക്കെ കണ്ടിട്ട് ഞാൻ വെറുതെ തുടങ്ങിയതാണ്. പക്ഷെ ഇപ്പം എൻ്റെ പ്രൊഫഷനായിട്ട് തന്നെയാണ് കാണുന്നത്. കാരണം അത്രത്തോളം എനിക്ക് പ്രിയപ്പെട്ടതാണ് എൻ്റെ ചാനൽ, എൻ്റെ വ്യൂവേഴ്സും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രൊഫഷൻ എന്ന് പോലും പറയാൻ പറ്റില്ല, എൻ്റെ ലൈഫിൻ്റെ ഒരു പാർട്ടാണത്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അനു എന്താ പറയുന്ന ബാങ്ക് ജോലിയൊക്കെ ഉപേക്ഷിച്ചു, വ്ളോഗിങ്ങിലിട്ട് വന്നു. എന്തുകൊണ്ടാണ് ഇതൊക്കെ ഉപേക്ഷിച്ചത്? ഓക്കെ, കുക്കിംഗ് അനുവിന് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണെന്ന് മനസ്സിലായി. പക്ഷേ എന്തുകൊണ്ടാണ് വ്ളോഗ് തന്നെ ചെയ്യണം, അല്ലെങ്കിൽ യൂട്യൂബിൽ തന്നെ വർക്ക് ചെയ്യാം എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്? എങ്ങനെയാണ് ഈ ഒരു മേഖലയിലേക്ക് എത്തിയത്? വ്ളോഗിങ്ങിൽ ശരിക്കും യാദൃശ്യവുമായിട്ട് എത്തിപ്പെട്ടതാണ് കേട്ടോ, അല്ലാണ്ട് പ്രൊഫഷനായിട്ട് എടുക്കണമെന്ന് വിചാരിച്ച് തുടങ്ങിയതൊന്നും അല്ല. ഞാൻ ബാങ്കിൽ വർക്ക് ചെയ്യുമായിരുന്നു. അതിനുശേഷം അവിടെ നിന്ന് റിസൈൻ ചെയ്യുമ്പം ശരിക്കും ഒരു കേക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തിലാണ് റിസൈൻ ചെയ്യുന്നത്. പക്ഷെ എൻ്റെ ഹസ്ബൻഡ് അന്ന് US-ലായിരുന്നു. അപ്പോൾ ഞാൻ പുള്ളിയുടെ കൂടെ US-ലേക്ക് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞ് മോൻ സ്കൂളിൽ പോകാൻ തുടങ്ങി. പിന്നെ ചെറുതായിട്ട് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കേക്ക് ഓർഡേഴ്സൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷെ പിന്നെ കുറേ സമയം ബാക്കിയുണ്ട്. പകലൊക്കെ ഞാൻ മിക്കവാറും ദിവസം വെറുതെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ യൂട്യൂബ് ചാനൽസ് കാണുമായിരുന്നു. ആകെ 2 ചാനലേ അന്ന് അറിയത്തുള്ളേ, മിയ കിച്ചണും സലു കിച്ചണും. അപ്പോൾ അത് രണ്ടും ഞാൻ സ്ഥിരമായിട്ട് കാണുമായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കൊരു ഇൻട്രസ്റ്റ് തോന്നി. എനിക്കും അങ്ങനെ എന്തെങ്കിലും വീഡിയോസൊക്കെ എടുത്ത് ഇടാലോ എന്ന് വിചാരിച്ച് ഞാൻ ചെയ്യാൻ തുടങ്ങിയാണ്. കുക്കിംഗ് ഒക്കെ ചെയ്യാൻ അന്നേ ഇഷ്ടമാണ്. എനിക്കിങ്ങനെ പുതിയ പുതിയ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി നോക്കാൻ ഇഷ്ടമായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ചെയ്യാൻ തുടങ്ങിയത്. പിന്നെ ഇട്ട് തുടങ്ങുമ്പം 1-2 കമൻസ് ഒക്കെ വരും, പുതിയ സബ്സ്ക്രൈബേഴ്സ് വരും. അതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമാണല്ലോ. അപ്പം അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ തുടങ്ങിയതാണ്. ശരിക്കും പറഞ്ഞാൽ അനു ഒരു റിസ്കി ആയിട്ടുള്ള കാര്യമല്ലേ എടുത്തത്. ഇപ്പം യൂട്യൂബ് എന്ന് പറയുന്നത് എന്താണെന്നോ അതിനകത്തൊരു മോണിറ്റൈസേഷനെ കുറിച്ചൊന്നും കൂടുതൽ അവെയർ ആവാതെയാണ് അനു ഈ മേഖലയിലേക്ക് വന്നത്. അപ്പോൾ അത്തരമൊരു സിറ്റുവേഷനിൽ ശരിക്കും ഫാമിലിയുടെ ഒരു സപ്പോർട്ട് ശരിക്കും അനുനുണ്ടായിരുന്നായിരിക്കണം. എല്ലാവർക്കും അവരുടെ ജീവിതത്തിൽ സക്സസ് ആവുമ്പോൾ അവരുടെ ഫാമിലിക്ക് ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ ഉണ്ടായിരിക്കും. പക്ഷെ അനുവിൻ്റെ കേസിൽ കുറച്ച് കൂടുതലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എങ്ങനെയാണ് അനുവിൻ്റെ ഫാമിലിയുടെ ഒരു സപ്പോർട്ട്? ഫാമിലി എന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എടുത്തു പറയേണ്ടത് എൻ്റെ ഹസ്ബൻഡിൻ്റെ സപ്പോർട്ട് തന്നെയാണ്. പ്രത്യേകിച്ച് എൻ്റെ മോളൊക്കെ കുഞ്ഞായിരിക്കുന്ന സമയത്ത് എനിക്ക് യൂട്യൂബ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഒരുപാട് സമയം എടുക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ വീട്ടിലെ കാര്യങ്ങൾ, കുഞ്ഞിൻ്റെ കാര്യങ്ങൾ എല്ലാം കഴിഞ്ഞിട്ട് വേണമല്ലോ ചെയ്യാൻ. ആ സമയത്തൊക്കെ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളിലും നന്നായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫാമിലി, ഹസ്ബൻഡിൻ്റെ ഫാമിലി ആയാലും എൻ്റെ അച്ഛനും അമ്മയായാലും നല്ലതായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അനു ചാനലൊക്കെ തുടങ്ങിയിട്ട് ഏകദേശം 3 വർഷത്തോളമായി എന്ന് പറഞ്ഞു. കുറേ അധികം സബ്സ്ക്രൈബേഴ്സ് നേടി. ചാനൽ ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല ലെവലിലാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു നിമിഷം ഓക്കെ, ഇനി വരുന്ന വർഷം എനിക്ക് ഇന്നതൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ ഇന്നതൊക്കെ എനിക്ക് നേടണം, അങ്ങനെ എന്തെങ്കിലും ഒരു വിഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗോൾ അനുവിനുണ്ടെന്നുണ്ടെങ്കിൽ അതെന്താണ്? അങ്ങനെ ഗോൾസ് ഒന്നും ഇല്ല കേട്ടോ. ഇപ്പോൾ അടുത്ത ഒരു വർഷം എനിക്ക് ഇത്ര സബ്സ്ക്രൈബേഴ്സ് കിട്ടണമെന്നോ ഇത്ര വ്യൂസ് കിട്ടണമെന്നോ അല്ലെങ്കിൽ ഇത്ര റെസിപ്പീസ് ചെയ്യണമെന്നോ അങ്ങനെ ഒന്നും ഞാൻ പ്ലാൻ ചെയ്ത് ചെയ്യാറില്ല. എനിക്ക് പറ്റുന്ന പോലെ സമയമുള്ളപ്പോൾ അതങ്ങനെ ചെയ്ത് തീർക്കും, അത്രേ ഉള്ളൂ. ചോദിക്കുകയാണ് ആരെങ്കിലും എന്താണ് അനു ഫോളോ ചെയ്യുന്ന ഒരു സ്റ്റൈൽ, അനുവിൻ്റെ വ്ളോഗിങ് സ്റ്റൈൽ എങ്ങനെയാണ്, അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അനു എന്താണ് പറയാനുള്ളത്? എപ്പോഴും സിമ്പിളായിട്ട് പറയാനാണ് എനിക്കിഷ്ടം. അങ്ങനെയുള്ള വീഡിയോസ് ചെയ്യാനാണ് ഇഷ്ടം. അധികം സമയം എടുക്കാതെ എന്നാൽ ക്ലിയർ ആയിട്ട് എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്ത് പറ്റുന്നിടത്തോളം സിമ്പിളായിട്ട് ചെയ്യാം. അങ്ങനെയാണ് ചെയ്യാറുള്ളത്. കുക്കിംഗ് റിലേറ്റഡ് വീഡിയോ ചെയ്യുന്ന എല്ലാവരോടും അവരുടെ പ്രേക്ഷകർക്ക്, അവരുടെ സബ്സ്ക്രൈബേഴ്സിന് ചോദിക്കാനുള്ള ഒരു കാര്യം ഉണ്ടാകും. ഏത് ടൈപ്പ് ഫുഡ് പ്രിപ്പയർ ചെയ്യാനാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമെന്നും അതുപോലെ തന്നെ ഞങ്ങളെ ഓരോ വീഡിയോ കാണിച്ചു തരുമ്പോഴും നിങ്ങൾ ഞങ്ങളെ പരീക്ഷണത്തിന് വിധേയരാക്കുവാണോ അതല്ലെങ്കിൽ നിങ്ങൾ ട്രയൽ ചെയ്തിട്ടാണോ ചെയ്യാറുള്ളതെന്ന്. അനുവിൻ്റെ കേസിൽ അതെങ്ങനെയാണ്? റെസിപ്പീസ് ചെയ്യുമ്പോൾ ഞാൻ ട്രയൽ ചെയ്യാറുണ്ട്. എല്ലാ റെസിപ്പീസിനും അല്ല. ഇപ്പോൾ മോര് കറിയുടെ റെസിപ്പി, അവിയലിൻ്റെ അങ്ങനെയുള്ളതൊന്നും ട്രയൽ ചെയ്യാറില്ല. കാരണം നമ്മൾ സ്ഥിരമായിട്ട് വീട്ടിൽ എങ്ങനെയാണോ ചെയ്യുന്നത് ആ രീതിയിൽ തന്നെ ചെയ്യും. അല്ലാത്ത റെസിപ്പിക്ക് ഞാൻ ഒന്ന് ചെയ്ത് നോക്കും. നല്ലതാണെങ്കിൽ മാത്രമേ പിന്നെ ഒരു വീഡിയോ ആയിട്ട് എടുത്ത് അത് ഇടത്തുള്ളൂ. അങ്ങനെ ട്രയൽ ചെയ്ത് നന്നാവുന്ന റെസിപ്പികൾ മാത്രമേ ഇടാറുള്ളൂ. ഇനി എനിക്ക് എന്നോട് ചോദിക്കാനുള്ളത്, അനു ആദ്യമായി ഇങ്ങനെ ഒരു കുക്കിംഗ് ചാനൽ തുടങ്ങിയപ്പോൾ ആദ്യം ഇട്ട വീഡിയോ ഏതാണ്,
അതുപോലെ തന്നെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള കുക്കിംഗ് വീഡിയോ? ആദ്യത്തെ റെസിപ്പി അപ്പമായിരുന്നു, അവല് ചേർത്തിട്ടുള്ള അപ്പം. പിന്നെ പോപ്പുലർ ആയിട്ടുള്ളത് കഞ്ഞിവെള്ളം കൊണ്ടുള്ള ഹൽവ, ഹോട്ടൽ മുട്ടക്കറി, പിന്നെ ഉള്ളിവട, ഇതൊക്കെയാണ്. ഇപ്പോൾ ഈ യൂട്യൂബ് എന്ന് പറയുന്ന ഈ ഒരു മേഖലയിൽ വന്നതിന് ശേഷം അനുവിന് പ്രൗഡസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള ഏതെങ്കിലും മൊമെന്റ് ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഏതാണ്? 1 lakh സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ യൂട്യൂബ് ഒരു സിൽവർ പ്ലേ ബട്ടൺ അയച്ചു തരുമല്ലോ നമുക്ക്. അത് ആണ് ഏറ്റവും എന്താ പറയുക പ്രൗഡസ്റ്റ് മൊമെന്റ് എന്ന് പറയാം. പക്ഷെ അതേ സന്തോഷം തന്നെ എനിക്ക് 2 lakh സബ്സ്ക്രൈബർ ആകുമ്പോഴും 3 lakh ആകുമ്പോഴും ഒക്കെ തോന്നും കേട്ടോ. ചിലപ്പം നല്ല കമൻസ് വായിക്കുമ്പോഴും തോന്നാറുണ്ട്. അപ്പം അതെല്ലാം പ്രൗഡ് മൊമെന്റ്സ് തന്നെയാണ്. യൂട്യൂബ് എന്ന് പറയുന്ന ഒരു ശരിക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് അല്ലേ? അങ്ങനെ ഉള്ള ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നതിന് ശേഷവും അതിനു മുൻപുമുള്ള ലൈഫിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അനുവിൻ്റെ ലൈഫിൽ അത് എങ്ങനെയാണ്? യൂട്യൂബ് ചെയ്തു തുടങ്ങിയതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും വലുതെന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര ഹാപ്പി ആയി എന്നുള്ളതാണ്. ബാങ്കിൽ ജോലി ചെയ്യുന്ന സമയത്ത് എപ്പോഴും മനസ്സിനൊരു വിഷമമായിരുന്നു. ഞാനിതല്ല ചെയ്യേണ്ടത്, എൻ്റെ പ്രൊഫഷൻ ഇതല്ല എന്നൊരു തോന്നലായിരുന്നു എപ്പോഴും. അപ്പം അതൊക്കെ മാറി നല്ല ഹാപ്പിയായി. ഞാൻ ഹാപ്പി ആയപ്പം എനിക്ക് ചുറ്റിനുമുള്ളൊരു ഹാപ്പി ആയി കേട്ടോ. അല്ലെങ്കിൽ ഞാനിങ്ങനെ അവരെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും. ബാങ്കിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് സ്ഥിരം അങ്ങനെയായിരുന്നു. അപ്പം അതൊക്കെ മാറി. അതൊരു വലിയ ചേഞ്ച് തന്നെയായിരുന്നു ലൈഫിൽ. പിന്നെ പുറത്തു പോകുമ്പം ആരെങ്കിലുമൊക്കെ ഒന്ന് സംസാരിക്കും, ചേച്ചി അല്ലേന്നോ അനു അല്ലേന്നോ ഒക്കെ ചോദിക്കുമ്പം അത് ഭയങ്കര ഒരു സന്തോഷമാണ്. കാരണം യൂട്യൂബ് ചെയ്യുന്നതുകൊണ്ടാണല്ലേ എന്നെ ആൾക്കാർക്ക് മനസ്സിലാവുന്നത്. അത് ഒരു വലിയ ചേഞ്ചാണ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ അറിയപ്പെടുന്ന ഒരു യൂട്യൂബ് ക്രിയേറ്ററാണ് അനു എന്ന് പറയുന്നത്. അപ്പോൾ ഈ യൂട്യൂബ് ക്രിയേറ്റർ എന്ന ഈ ഒരു പദവിയിലിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു യൂട്യൂബ് ക്രിയേറ്ററായിട്ടിരിക്കുമ്പോൾ അനുവിന് ഏറ്റവും സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണ്? അതുപോലെ അല്ലെങ്കിൽ ഏറ്റവും സന്തോഷം തരുന്ന ഒരു കാര്യം എന്താണ്? യൂട്യൂബറായിരിക്കുന്ന എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് എൻ്റെ വീഡിയോസ് കാണുന്ന ആൾക്കാർ എനിക്ക് തരുന്ന സ്നേഹമാണ്. അത് വെറുതെ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കി നന്നായിരുന്നു എന്ന് പറയുന്നത് മാത്രമല്ല, അങ്ങനെയുള്ളവരുണ്ട്. അല്ലാതെ എനിക്ക് മെയിൽ അയക്കുന്നവരുണ്ട്. ഞാനിപ്പോൾ ഒരാഴ്ച റെസിപ്പി ചെയ്യാതിരുന്നാൽ ചേച്ചി എന്താ ഇടാത്ത, എന്താ പറ്റി എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അത് ശരിക്കും ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. ഏതൊക്കെയോ രാജ്യങ്ങളിലിരിക്കുന്ന ആൾക്കാർ നമുക്കങ്ങനെ കമൻറ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നമ്മളോട് എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നില്ലേ. അപ്പോൾ അത് തന്നെയാണ് യൂട്യൂബ് ചെയ്യുന്നതിൽ ഏറ്റവും വലിയ സന്തോഷം. ഇപ്പോൾ അനു, എനിക്ക് ഈ ക്വസ്റ്റ്യൻ ശരിക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടാണ് തോന്നുന്നത്. കാര്യം എന്ന് വെച്ചാൽ അനു, എനിക്ക് ഈ ക്വസ്റ്റ്യൻ ശരിക്കും ഇൻട്രസ്റ്റ് ആയിട്ടാണ് തോന്നുന്നത് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അനു ഏതെങ്കിലും ഒരു ഫെസ്റ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ അനുവിൻ്റെ ഏതെങ്കിലും ഒരു റെസിപ്പി പ്രസൻറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചാൻസ് കിട്ടിയാൽ അനു ഏത് ഡിഷായിരിക്കും അവിടെ പ്രിപ്പയർ ചെയ്യുക? അങ്ങനെ സ്പെഷ്യൽ മൊമെന്റിൽ ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണോ എന്നൊന്നും അറിഞ്ഞുകൂടാ. പക്ഷെ എന്നാലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കല്യാണ വീട്ടിലെ ചിക്കൻ റോസ്റ്റും ഹോട്ടൽ മുട്ടക്കറിയുമാണ്. കാരണം ഇത് രണ്ടും കുറേ ഫ്ലോപ്പുകൾക്ക് ശേഷം ശരിയായ റെസിപ്പികളാണ്. അപ്പം അതാണ് എൻ്റെ ഫേവറേറ്റ് 2 റെസിപ്പി. ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് കുറച്ച് ഫണ്ണി ആയിട്ടുള്ള എന്നാൽ കുറച്ച് കാര്യമായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് ചോദിക്കാറുണ്ട്. ഫസ്റ്റ് എനിക്ക് ചോദിക്കാനുള്ളത്, ഏത് ടൈപ്പ് ഫുഡാണ് അനുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം കഴിക്കാൻ വേണ്ടി? ഫേവറേറ്റ് ഫുഡ് ഒരുപാടുണ്ട്. പക്ഷെ എന്നാലും മുട്ടയാണ് ഏറ്റവും ഇഷ്ടം. ഏത് രീതിയിൽ ഉണ്ടാക്കിയാലും മുട്ട കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു ഡിഷ് ഉണ്ടാക്കുമ്പോൾ എനിക്ക് ഏത് ഡിഷ് ഉണ്ടാക്കിയാലും ഈ ഇൻഗ്രീഡിയൻറ്റ് എനിക്കില്ലാതെ പറ്റത്തില്ല എന്ന് തോന്നുന്ന ടൈപ്പിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതേതാണ്? കറിവേപ്പില. യൂട്യൂബ് വ്ളോഗർ ആയിട്ടില്ലായിരുന്നുവെങ്കിൽ അനു എന്തായേനെ? യൂട്യൂബർ അല്ലായിരുന്നെങ്കിൽ പാവം ഞാനിപ്പോഴും ബാങ്കിൽ തന്നെ ഇരുന്നേനെ. അല്ലെങ്കിൽ വല്ല എന്തെങ്കിലും കേക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമായിരുന്നിരിക്കും. അനുവിന്റെ സ്ട്രെങ്ത് എന്താണ്? എൻ്റെ സ്ട്രെങ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഫാമിലി, പിന്നെ എൻ്റെ വീഡിയോസ് കാണുന്ന എൻ്റെ വ്യൂവേഴ്സുമാണ്. ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. ആദ്യമായിട്ടാണ് എൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ എനിക്കിങ്ങനെ ഷെയർ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതിനൊരവസരം എനിക്ക് തന്ന ചൈതൂസിനോട് ഒരു ബിഗ് താങ്ക്സ്. പിന്നെ ഇത്രയും നേരം ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടുകൊണ്ടിരുന്ന നിങ്ങളെല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കൂ. ബൈ.
അപ്പോൾ ഇത്രയും നേരം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം ചെലവഴിച്ച അനുവിനും അനുവിനെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള അനുവിൻ്റെ ഫാമിലിക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. പിന്നെ എന്താ പറയുക, അനുവിന് ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. പിന്നെ എന്താ, ഞങ്ങളുടെ രണ്ടുപേരെയും നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി എന്താ പറയുക, എപ്പോഴും പറയുന്ന പോലെ മറ്റൊരു പുതുപുത്തൻ വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.